നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നേരിട്ട് വിളിച്ച് ആ വിഷയങ്ങൾ അറിയിക്കാം. 0484-2830-510 എന്ന നമ്പറിൽ നേരിട്ട് വിളിച്ച് ആ വിഷയങ്ങൾ അറിയിക്കാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ വാട്സാപ്പ് വഴി അയച്ചു തരേണ്ടതുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. 6235968937 ഈ നമ്പർ വഴി വാട്സാപ്പിലൂടെ ദൃശ്യങ്ങൾ അയച്ചു നൽകാം. മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് അവസാനമില്ലാതെ ഇങ്ങനെ തുടരുകയാണ്. അന്വേഷണം, പുതിയ പരാതികൾ, അങ്ങനെ ആ വാർത്തകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. സിനിമാ മേഖലയിൽ നിന്നുണ്ടായ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം ആരംഭിച്ച് പ്രത്യേക സംഘം 2 അതിജീവിതമാരുടെ മൊഴി രേഖപ്പെടുത്തി. മുകേഷ് ഉൾപ്പെടെയുള്ള 7 പേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് 10 മണിക്കൂറെടുത്താണ്. സിദ്ദിഖിനെതിരായ പരാതിയിലും യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തി. വിശദമായി രേഖപ്പെടുത്തിയ ശേഷം പരാതികളിൽ തുടർ നടപടിയെന്ന് SIT അറിയിച്ചു. മലയാള ചലച്ചിത്ര മേഖലയെ പിടിച്ചുലച്ച വെളിപ്പെടുത്തലുകൾ, താരസംഘടനയിൽ ഭൂകമ്പമുണ്ടാക്കിയ പരാതികൾ, താരങ്ങൾക്കെതിരായ ലൈംഗിക പീഡന പരാതികളിൽ നടപടികളിലേക്ക് കടക്കുകയാണ് SIT. SITക്ക് പരാതി നൽകിയവരിൽ നിന്നുള്ള മൊഴിയെടുക്കലാണ് ആദ്യഘട്ടത്തിൽ. സിദ്ദിഖിനെതിരെ പരാതി നൽകിയ തിരുവനന്തപുരം സ്വദേശിയായ യുവനടിയിൽ നിന്ന് രഹസ്യമൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് സിദ്ദിഖിനെതിരെ പോലീസ് കേസ്. 2016 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചതായാണ് പരാതി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പശ്ചാത്തലത്തിൽ മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമങ്ങളും സിദ്ദിഖ് ആരംഭിച്ചു. SITക്ക് മുന്നിലെത്തിയത് 18 പരാതികൾ. അതിലേഴും കൊച്ചി സ്വദേശിനിയായ നടിയുടേത്. ലിസ്റ്റിലുള്ളത് ചെറുമീനുകളല്ല. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു തുടങ്ങിയ നടന്മാരും സാങ്കേതിക പ്രവർത്തകരുമാണ് ആരോപണ വിധേയർ. DAG അജിത ബീഗം, AG ജി പൂങ്കുഴലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊച്ചിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. ഇവിടെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു വിക്ടിമിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി. അതിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിസിലായിരിക്കും ഉണ്ടാവുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകളും ഇന്നുണ്ടായി. ചിത്രീകരണത്തിന്റെ തിരുവനന്തപുരം സ്വദേശിയായ നടനിൽ നിന്നുണ്ടായ ദുരനുഭവം പങ്കുവച്ച നടി ശിവാനി. ഞാൻ അഭിനയിച്ചിരുന്ന ഒരു മൂവിയിൽ രാത്രി ഒരു 12 മണി 1 മണിക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് തട്ടിയിട്ട് ഓടിപ്പോവും. ഞങ്ങൾ തുറന്നു നോക്കുമ്പോൾ ആളിനെ കാണില്ല. അങ്ങനെ ഒരു 3 പ്രാവശ്യം എന്തോ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ശരി ഇനി വരുമ്പോഴത്തേക്കും എന്തായിരുന്നാലും തുറക്കും, ആളിനെ കാണുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആളെ കണ്ടു. ആളിനെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും പറഞ്ഞു, ഇതേപോലെ ഞങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ട്, പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിത്തരാൻ പറഞ്ഞു. SITക്ക് മുന്നിലെത്തിയ പരാതികളിലെ തുടർ നടപടികളിൽ ഇനിയും തലകൾ ഉരുളുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. അന്വേഷണ പരിധിയിലേക്ക് കൂടുതൽ താരങ്ങൾ എത്തുമോ എന്നതും ശ്രദ്ധേയം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം അശ്വിൻ പാലാഴി, 24. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം വരുന്നു. കേന്ദ്രമന്ത്രിക്കെതിരെ തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ച് മാധ്യമ പ്രവർത്തകർക്ക് കയ്യേറ്റം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം. മുൻ MLA അനിൽ അക്കര നൽകിയ പരാതിയിൽ തൃശ്ശൂർ സിറ്റി ACPക്ക് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നതായി ഇപ്പോൾ സൂരജ് സജി അറിയിക്കുന്നുണ്ട്. സിനിമാ നയ രൂപീകരണ സമിതി അംഗത്വം ഒഴിയാൻ മുകേഷ് MLAക്ക് മേൽ സമ്മർദ്ദം ശക്തമാകുന്നു. മുകേഷ് ഒഴിയണം എന്ന നിലപാടാണ് CPIMന്. രാജി വൈകുന്തോറും CPIM പ്രതിരോധത്തിലാവുകയാണ്. പ്രതിപക്ഷമാകട്ടെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കി. പ്രതിപക്ഷ ആരോപണങ്ങളിൽ CPIMൽ നിന്ന് രാഷ്ട്രീയ പിന്തുണ ലഭിച്ചില്ലെന്ന് മുകേഷ് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി. ലൈംഗിക ആരോപണ വിവാദത്തിൽ മുകേഷിനെ പിന്തുണച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ BJP സംസ്ഥാന നേതൃത്വവും രംഗത്തെത്തി. മുകേഷിനെതിരെ വനിതാ താരങ്ങൾ പരാതി പറഞ്ഞിട്ടും അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല CPIM. കൊല്ലത്ത് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രക്ഷോഭം ശക്തമാവുകയാണ്. ആരോപണം ഉയർന്നിട്ട് ദിവസങ്ങളായെങ്കിലും സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നൊഴിയാൻ മുകേഷ് തയ്യാറായിട്ടില്ല. ഈ പദവി ഒഴിയണമെന്ന് CPIM ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ സമ്മർദ്ദം ശക്തമായപ്പോഴാണ്. മുകേഷിനെതിരെ CPI നേതൃത്വം രംഗത്തെത്തിയിട്ടും CPIMന് കുലുക്കമില്ല. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുകേഷിന്റെ കൊല്ലത്തെ ഓഫീസിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധിച്ച് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുകേഷ് MLA സാംസ്കാരിക മേഖലയിലെ മാലിന്യമെന്ന് ഷാനിമോൾ ഉസ്മാൻ പരിഹസിച്ചു. മുകേഷ് എന്ന് പറയുന്ന MLAയുടെ പേര് എത്ര തവണയാണ് ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. ഇപ്പൊ ഇവിടെ എന്തുകൊണ്ട് കേരളത്തിലെ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം മുകേഷിനെ രാജിവെക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുന്നില്ല എന്നുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. MLA സ്ഥാനം ഒഴിയാതിരിക്കാൻ കോൺഗ്രസ് MLA-മാരായ M. വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരായ കേസുകളാണ് CPIM ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നവരുമുണ്ട്. അതേസമയം പ്രതിപക്ഷ ആരോപണങ്ങളിൽ പാർട്ടിയിൽ നിന്ന് രാഷ്ട്രീയ പിന്തുണ ലഭിച്ചില്ലെന്ന് M. മുകേഷിന്റെ പരാതി. CPIM MLA ആയതുകൊണ്ട് മാത്രമാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നതെന്ന് മുകേഷ് നേതൃത്വത്തെ അറിയിച്ചു. CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മുകേഷ് പരാതി അറിയിച്ചത്. ലൈംഗികാരോപണ വിവാദത്തിൽ മുകേഷിനെ പിന്തുണച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ BJP സംസ്ഥാന നേതൃത്വവും രംഗത്തെത്തി. ഹേമ കമ്മിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ നിലപാട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്നാണ് വിമർശനം. പാർട്ടിക്കൊരു തീരുമാനവും കേന്ദ്രമന്ത്രിക്ക് മറിച്ചൊന്നും എന്ന രീതിയിലാണ് നിലവിൽ സുരേഷ് ഗോപിയുടെ പോക്ക്. വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുന്നത് സംസ്ഥാന ഘടകത്തിന്റെ പരിഗണനയിലാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് K. സുരേന്ദ്രൻ ഒഴിഞ്ഞുമാറി. നിലപാട് ആവർത്തിച്ചില്ലല്ലോ. നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ ഞാൻ പറയുന്നത്. ഞങ്ങൾ പറയുന്നു നിലപാട് അത് ആവർത്തിച്ചിട്ടില്ല. അല്ല, അവസാനം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം അല്ലല്ലോ. അദ്ദേഹം ആദ്യം പറഞ്ഞു, പക്ഷെ അതിനുശേഷം പാർട്ടി നിലപാട് ഞങ്ങൾ പറഞ്ഞു. പിന്നീട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സ്ത്രീപക്ഷ പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന് തയ്യാറല്ലെങ്കിൽ സർക്കാർ രാജി ആവശ്യപ്പെടണം. സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് ഡെസ്ക് 24. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം. മുൻ MLA അനിൽ അക്കര നൽകിയ പരാതിയിലാണ് അന്വേഷണം. തൃശൂർ സിറ്റി ACPക്കാണ് അന്വേഷണ ചുമതല. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ. ഉന്മേഷ്, തൃശൂർ രാമനിലയത്തിൽ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സുരേഷ് ഗോപിയുടെ നടപടിയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട് ഇന്നലെ മുൻ MLA ആയിട്ടുള്ള അനിലക്കര ഈ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകിയിരുന്നു. ഇതിൽ സത്യപ്രതിജ്ഞ ലംഘനം അടക്കം നടന്നിട്ടുണ്ട് ഈ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അനിലക്കര ഇന്നലെ ഈ വിഷയത്തിൽ ഒരു പരാതി നൽകിയത്. ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. തൃശൂർ സിറ്റി ACPക്കാണ് നിലവിൽ ഇതിന്റെ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. പരാതിക്കാരനായിട്ടുള്ള അനിലക്കരയുടെ മൊഴി നാളെ പോലീസ് രേഖപ്പെടുത്തും. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നാളെ രാവിലെ 11 മണിക്ക് തൃശൂർ സിറ്റി ACPയുടെ ഓഫീസിൽ ഹാജരാകാൻ അനിലക്കരയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയം അവിടെ റിപ്പോർട്ടിങ്ങിനുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെ അടക്കം മൊഴി രേഖപ്പെടുത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ എന്ത് തുടർ നടപടിയാണ് സ്വീകരിക്കേണ്ടത്? പ്രത്യേകിച്ച് ഒരു കേന്ദ്രമന്ത്രിക്കെതിരെയാണ് ഈ ആരോപണം, പരാതി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം വിശദമായ നിയമോപദേശം തേടുക, ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമോ എന്നതിൽ തീരുമാനിക്കുക. കേസെടുക്കുന്ന കാര്യം ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലത്തെ കണക്കുകൂട്ടൽ. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മർദ്ദനത്തിനിരയായ മാധ്യമപ്രവർത്തകരെ അടക്കം മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു. പ്രത്യേകിച്ച് BJP നേതൃത്വം അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുന്ന സമയത്താണ് വീണ്ടും സുരേഷ് ഗോപിയെ വെട്ടിലാക്കിക്കൊണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് തന്നെ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഉന്മേഷ്, സൂരജ്, ഇപ്പോൾ ഈ ദൃശ്യങ്ങളടക്കമുണ്ടല്ലോ ഈ സംഭവത്തിന്റെ. ഈ അനിലക്കരയുടെ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കുമോ ഈ മാധ്യമപ്രവർത്തകരോട് വിവരങ്ങൾ തേടുക? സൂരജ്, തീർച്ചയായും ഉന്മേഷ്, ഇതിൽ കൃത്യമായി പോലീസിന് ഈ മാധ്യമപ്രവർത്തകരെ അടക്കം ആരോപണം ബോധപൂർവം അവിടെ ഒരു ആക്രമണത്തിന് തുനിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സുരേഷ് ഗോപി ആദ്യം പോകാൻ തയ്യാറാകുന്നത് ഇടത്തുവശത്തെ ഡോറിലൂടെയാണ്. പക്ഷേ സൂരജ് ഒരു നിമിഷം. സൂരജ്, ഇപ്പോൾ ശ്രീ അനിലക്കര അദ്ദേഹം ടെലിഫോണിൽ ചെയ്തിട്ടുണ്ട്. ശ്രീ അനിലക്കര, താങ്കളുടെ പരാതിയിൽ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു, എന്താണ് പ്രതികരണം? അല്ല, എന്നെ ഇപ്പോ ACPയുടെ ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. മൊഴിയെടുക്കണം എന്ന് പറഞ്ഞു പരാതി നൽകേണ്ട അടിസ്ഥാനത്തിൽ. സ്വാഭാവികമായി ഞാൻ പരാതി കൊടുക്കും. കാരണം നമ്മളൊക്കെ തൃശൂർ രാമനിലയം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കാലം മുതൽ കണ്ടതാണ്. K. കരുണാകരനെ തടഞ്ഞു നിർത്തി പത്രക്കാർ ചോദിക്കുന്നതും അദ്ദേഹം അതിനോട് മറുപടി പറയുന്നതും കണ്ടതാണ്. പക്ഷെ ഇവിടെ സുരേഷ് ഗോപിയുടെ പിന്നിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച പത്രപ്രവർത്തകരെ തള്ളി മാറ്റുന്നത്, ഭരണഘടന അനുസരിച്ച് സത്യം ചെയ്ത
നമ്മുടെയും നിങ്ങളുടെയും എന്റെയും ഒക്കെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് പിന്നെ ഭരണത്തിലിരിക്കുന്ന ഒരാൾ ചെയ്യുന്നത് അത് ഭരണഘടനാ ലംഘനമാണ്, മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ്, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനെതിരെ നടത്തുന്ന പിന്നെ കടന്നുകയറ്റമാണ്. അതിനെതിരെ ഇന്ത്യൻ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചും പോലീസ് ആക്ട് അനുസരിച്ച് അയാൾക്ക് കേസെടുക്കണം. അതിനുള്ള പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് ഞാൻ പരാതി കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ മൊഴിയെടുക്കാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ നാളെ പോലീസിന് മൊഴി കൊടുക്കും. പോലീസ് കേസെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീലക്കര, അപ്പോൾ സുരേഷ് ഗോപി അതിനെ വ്യാഖ്യാനിച്ചത് തന്റെ വഴി, അത് തന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അതിന്മേൽ കടന്നു കയറരുത് എന്നുള്ള തരത്തിലായിരുന്നുവല്ലോ ശ്രീലക്കര. അല്ല, അത് ഞാനും നിങ്ങളൊക്കെ കണ്ടതാണല്ലോ. അവിടെ നിങ്ങളുടെ പിന്നെ ലേഖകൻ തന്നെ സൂരജ് രവി അവിടെ ഉണ്ടായിരുന്നു, മറ്റ് മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. ഞാനും കണ്ടത് സുരേഷ് ഗോപി മുന്നിൽ നടക്കുകയും അതിനുശേഷം പിന്നിൽ കാറിന്റെ പിന്നിൽ നിന്ന് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുകയാണ് ചെയ്തത്. നമ്മുടെ മുന്നിലാണ് ഉള്ളെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പറയാം, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ പറയാം. ഡോർ തുറന്ന സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് കാറിന്റെ അകത്തിലിരുന്നിട്ടല്ലോ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്? മാധ്യമപ്രവർത്തകർ പുറത്തുനിന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ പല നേതാക്കന്മാരെയും കണ്ടതാണ്. അവരൊന്നും ഇങ്ങനെ പ്രതികരിക്കാറില്ല. ഇതിനകത്ത് വളരെ സുരേഷ് ഗോപിയുടെ മനസ്സിനകത്തൊരു കുറ്റബോധമുണ്ട്. മുകേഷിനെ ഒരു CPM MLA-ക്കെതിരെ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു BJP MLA എന്തിനാണ് ഭയക്കുന്നത്? അത് ഹേമ കമ്മിറ്റിക്ക് തന്റെ പേരുണ്ടോ എന്ന സംശയം അദ്ദേഹത്തിനുണ്ടോ? അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കുറ്റബോധ മനസ്സാണ് ഏത് സമനിലയെ തെറ്റിയും മാധ്യമ പ്രവർത്തകരെ വരെ വഴിയിൽ തല്ലാൻ ശ്രമിക്കുന്നത്. താങ്കൾ നാളെ 11 മണിക്കാണല്ലേ മൊഴി നൽകാൻ പോകുന്നത്? അല്ല, ഞാൻ നാളെ നമുക്ക് എല്ലാ കളക്ടറേറ്റിന്റെ മുന്നിലും കൂട്ടായ്മയുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ 11 മണിക്ക് ഞാൻ സമയം കൊടുത്തിട്ടുണ്ട്. ശരി, നന്ദി ശ്രീ അനിലക്കര. അനിലക്കരയുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം വരുന്നത്. ഈ മൊഴിയെടുപ്പിന് ശേഷമായിരിക്കും കേസെടുക്കണമെന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകുക. മാധ്യമപ്രവർത്തകരിൽ നിന്നടക്കം വിവരങ്ങൾ തേടും. സൂരജ് സജി ഇപ്പോൾ വിവരങ്ങളുമായി തുടരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, അപ്പോൾ ഈ BJP നേതൃത്വം പോലും അദ്ദേഹത്തിന്റെ ആ നടപടിയെ ന്യായീകരിക്കുന്നില്ല. MT രമേശൊക്കെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ നടപടി തെറ്റാണെന്നുള്ള തരത്തിൽ പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണല്ലോ ഇപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള പോലീസിന്റെ തീരുമാനം. സൂരജ്, തീർച്ചയായും ഉന്മേഷ്, BJPയുടെ ഒരു വിഭാഗം നേതാക്കളടക്കം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയെ പൂർണ്ണമായും തള്ളുമ്പോഴാണ് സുരേഷ് ഗോപിയെ വീണ്ടും വെട്ടിലാക്കുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് കൂടി നീങ്ങിയിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ബോധപൂർവം ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ സുരേഷ് ഗോപി ഒരു കയ്യേറ്റ ശ്രമം നടത്തുകയാണ് എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഈ പരാതിയിലേക്ക് ഉൾപ്പെടെ നയിച്ചത്. കാരണം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന സുരേഷ് ഗോപിക്ക് ഒരു തടസ്സവും ഇല്ലാതെയാണ് മാധ്യമപ്രവർത്തകർ അവിടെ നിൽക്കുന്നത്. ആ കാറിന്റെ വാതിൽ ഡോർ തുറന്ന് കൃത്യമായി അകത്തേക്ക് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം നിലനിൽക്കെ ബോധപൂർവം പുറകിലേക്ക് മാധ്യമപ്രവർത്തകരെ പുറകിലേക്ക് ആഞ്ഞു തള്ളുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വനിതാ മാധ്യമപ്രവർത്തകയും മറ്റൊരു മാധ്യമപ്രവർത്തകന്റെ ശരീരത്തിലേക്കാണ് ഈ കൈവെക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്കും അവർക്ക് തൊട്ട് പുറകിലുണ്ടായിരുന്ന ആളുകളടക്കം പുറകിലേക്ക് മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൊട്ട് പിന്നാലെയാണ്, അതായത് തന്റെ കയ്യിൽ നിന്ന് അരുതാത്തത് സംഭവിച്ചുവെന്ന് അപ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് തന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയെന്ന തരത്തിൽ സുരേഷ് ഗോപി അവിടെ വെച്ച് പ്രതികരിക്കുന്നു. അതിനുശേഷവും ജനങ്ങൾക്കറിയാനുള്ള കാര്യമാണ് തങ്ങൾ ചോദിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകർ പറയുമ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി അവിടെ നിന്ന് കടന്നു കളഞ്ഞു. പക്ഷേ അപ്പോഴും മാധ്യമപ്രവർത്തകർ പറഞ്ഞിരുന്നത്, അവിടെ ഉണ്ടായിരുന്ന ഈ ആക്രമണത്തിനിരയായ ആളുകളടക്കം പറഞ്ഞിരുന്നത്, ഇതിൽ സ്വാഭാവികമായും ബോധപൂർവം അവിടെ മാധ്യമപ്രവർത്തകർക്കെതിരെ ഒരു മർദ്ദനത്തിന് സുരേഷ് ഗോപി തുനിഞ്ഞു എന്നുള്ളത് അവിടെ വെച്ച് തന്നെ പറഞ്ഞതാണ്. പക്ഷേ മാധ്യമപ്രവർത്തകരാരും ഇത് സംബന്ധിച്ചൊരു പരാതിക്ക് തയ്യാറായില്ല. പക്ഷേ ഈ സംഭവം നടന്ന മിനിറ്റുകൾക്കകം തന്നെ മുൻ MLA ആയിട്ടുള്ള അനിലക്കര ഇതിൽ പരാതി നൽകുന്നു. ഈ രാമനിലയം എന്ന് പറയുന്നത് അത് സർക്കാർ സംവിധാനമാണ്. അവിടെ വച്ചാണ് ഇത്തരത്തിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നലെ തന്നെ ആ സംഭവം നടന്ന മിനിറ്റുകൾക്കകം തന്നെ അനിലക്കര കമ്മീഷണർക്ക് പരാതി നൽകി. ആ പരാതിയിന്മേൽ ഇന്നലെ പ്രാഥമികമായി തന്നെ കമ്മീഷണർ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയിരുന്നു, ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ ചുമതല സിറ്റി ACPക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിൽ അനിലക്കരയുടെയും അതുപോലെ തന്നെ ഈ സംഭവ സമയത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഉന്മേഷ്, ശരി സൂരജ്. സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ വൻ പ്രതിസന്ധി. സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യവും പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നുണ്ട്. നയരൂപീകരണ സമിതിയിൽ നിന്ന് B. ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്നും ആവശ്യം ഉയർന്നു. സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച ആശയമാണ് സിനിമാ കോൺക്ലേവ്. സിനിമാ മേഖലയിലെ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയായി മാറുകയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ തീരുമാനം. സിനിമാ നയ രൂപീകരണ കമ്മിറ്റിയിൽ തന്നെ അംഗമായ M. മുകേഷിനെതിരെയുള്ള ആരോപണമാണ് ആദ്യത്തെ പ്രതിസന്ധി. ആരോപണത്തിന്റെ നിഴലിലുള്ള മുകേഷിനെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ശക്തമായി. സ്വയം രാജിവെക്കാൻ CPIM തന്നെ മുകേഷിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും മുകേഷ് സ്ഥാനമൊഴിഞ്ഞിട്ടില്ല.
മുകേഷിനെ ഉൾപ്പെടുത്തി കോൺക്ലേവ് നടത്താനുള്ള തീരുമാനം ലജ്ജാകരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. എന്ത് ധാർമ്മികതയാണ് CPM-നും സർക്കാരിനും ഇക്കാര്യത്തിലുള്ളത്? അപ്പം മുകേഷിനെതിരെ നടപടിയെടുക്കാതെ ഹേമ കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെട്ടുള്ള മറ്റാളുകളുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? മുകേഷിനെയും മറ്റും വെച്ച് കോൺക്ലേവ് നടത്താനുള്ള തീരുമാനം പോലും ലജ്ജാകരമായ തീരുമാനമാണ്. കോൺക്ലേവ് നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് B. ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന ആവശ്യവും ഇതിനിടെ ഉയർന്നു. പ്രതികാരബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തിയ B. ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇരകളെയും വേട്ടക്കാരെയും ഒന്നിച്ചിരുത്തിയുള്ള സിനിമാ കോൺക്ലേവ് അനുവദിക്കില്ലെന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. അത് എന്ത് വില കൊടുത്തും തടയും. പിന്നെ UDF ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ. ആരോപണ വിധേയരെ ഒഴിവാക്കിയാലും സിനിമാ കോൺക്ലേവിന്റെ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. താരസംഘടനയായ അമ്മയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ച പശ്ചാത്തലത്തിൽ ഔദ്യോഗികമായി ആരെ ക്ഷണിക്കുമെന്നതാണ് പ്രതിസന്ധി. സിനിമാ മേഖലയിലെ പ്രധാന താരങ്ങളെ ക്ഷണിച്ചാൽ അതിൽ WCC ഉൾപ്പെടെയുള്ള സംഘടനകൾ സഹകരിക്കുമോ എന്നുള്ളതും വ്യക്തതയില്ല. അങ്ങനെ അടിമുടി പ്രതിസന്ധിയിൽ തുടരുമ്പോഴും നവംബർ 24-ന് തന്നെ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന തീരുമാനത്തിലാണ് സർക്കാർ ഇപ്പോഴും മുന്നോട്ടു പോകുന്നത്. അത്ര കണ്ട് വിമർശനമുയരുമ്പോഴും കോൺക്ലേവിനായി സർക്കാർ വാശി പിടിക്കുന്നത് എന്തിനെന്നറിയില്ല. വിജയമാകുമെന്ന് ഉറപ്പില്ലാത്ത കോൺക്ലേവ് കൊണ്ട് തീരുന്നതല്ല സിനിമാ മേഖലയിലെ പ്രതിസന്ധി. സർക്കാരിന്റെ തലവേദനയും കോൺക്ലേവിൽ അവസാനിക്കില്ല. സലിം മാലിക്, 24, തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ രൂപീകരിച്ച നയരൂപീകരണ സമിതി തുടക്കം മുതൽ തന്നെ വിവാദങ്ങളിൽ നിറയുകയായിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെയാണ് സമിതി രൂപീകരണം എന്നായിരുന്നു പ്രധാന ആരോപണം. സമിതി അംഗങ്ങളുടെ പേരിലുള്ള കലാപത്തിലാണ് വിവാദങ്ങൾ ഇപ്പോൾ എത്തിനിൽക്കുന്നത്. സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങളോടെ സർക്കാർ ചലച്ചിത്ര നയരൂപീകരണ സമിതി രൂപീകരിച്ചത് 2023-ൽ. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ അധ്യക്ഷനായ 10-അംഗ സമിതിയായിരുന്നു സർക്കാർ തിരഞ്ഞെടുത്തത്. സിനിമാ മേഖലയിൽ നിന്ന് മുകേഷ്, മഞ്ജു വാര്യർ, പത്മപ്രിയ, നിഖില വിമൽ, സംവിധായകരായ B. ഉണ്ണികൃഷ്ണൻ, രാജീവ് രവി, നിർമ്മാതാവ് സന്തോഷ് കുരുവിള എന്നിവരായിരുന്നു അംഗങ്ങൾ. രൂപീകരണത്തിന് പിന്നാലെ മഞ്ജു വാര്യരും രാജീവ് രവിയും പിന്മാറി. സമിതിയിൽ അംഗമാക്കിയ കാര്യം അറിഞ്ഞത് മാധ്യമങ്ങളിൽ നിന്നാണെന്ന് രാജീവ് രവി. സമിതിയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ ഫിലിം ചേംബറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും രംഗത്തെത്തി. സമിതിയോട് എതിർപ്പില്ലെങ്കിലും രൂപീകരണ ശൈലി നിരാശപ്പെടുത്തിയെന്ന നിലപാടായിരുന്നു WCCക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണമുയർന്നതോടെ സമിതി വീണ്ടും വിവാദത്തിൽ. മുകേഷിന്റെ കാര്യത്തിൽ മാത്രമല്ല, സമിതിയിൽ നിന്ന് B. ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്ന ആവശ്യവും പല കോണുകളിൽ നിന്നും ഉയരുന്നു. പ്രവർത്തനം തുടങ്ങും മുന്നേ വിവാദങ്ങളിൽ കുരുങ്ങിയ സമിതിയുടെ ഭാവി എന്തെന്ന് സർക്കാരിന് പോലും ഒരു നിശ്ചയവുമില്ല. റിസർച്ച് ഡെസ്ക് 24. താരസംഘടനയായ അമ്മയുടെ നേതൃനിരയിലേക്ക് യുവതാരങ്ങൾ എത്തണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വനിത വേണമെന്ന ആവശ്യം ഇപ്പോൾ ഉയരുന്നു. WCC അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ശ്വേത മേനോൻ, അനന്യ എന്നിവരുടെ പേരുകൾ ഉയരുന്നുണ്ട്. ഇതിനു പുറമെ മുതിർന്ന അംഗം മല്ലിക സുകുമാറിന്റെ പേരും സജീവ ചർച്ചയാണ്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, ഈ പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എത്രത്തോളം സാധ്യതയുണ്ട് ഈ തലമുറ മാറ്റത്തിനൊപ്പം വനിതാ നേതൃനിര ഉയർന്നു വരണം എന്നുള്ള ആവശ്യത്തിനൊക്കെ എത്രത്തോളം അംഗീകാരം ലഭിക്കും അശ്വിൻ? ഉന്മേഷ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമ്മയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അല്ലെങ്കിൽ അമ്മയിൽ ആവശ്യമുയരുന്ന ഒന്നാണ് ഒരു തലമുറ മാറ്റം. അതിന് പിന്നാലെ കഴിഞ്ഞ ഈ പുതിയ ഭരണസമിതിയിൽ ജഗദീഷ് ഒരു വിമത സ്വരമായി അല്ലെങ്കിൽ ഒരു എതിർ സ്വരമായി നിലകൊള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ യുവതാരങ്ങൾ അമ്മയിലെ ചില തീരുമാനങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തുന്ന കാഴ്ചയും ഇന്നും നമ്മൾ കണ്ടതാണ്. അതായത് പ്രസിഡന്റ് കൂട്ടരാജി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയ ഒരു കൂട്ടം യുവതാരങ്ങൾ അമ്മയ്ക്കുള്ളിലുണ്ടായിരുന്നു. ആ പ്രശ്നം കൂടി അല്ലെങ്കിൽ ആ ഒരു വിഷയം കൂടി ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് യുവതാരനിര അമ്മയുടെ നേതൃനിരയിലേക്ക് എത്തണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. 506 അംഗങ്ങളുള്ള അമ്മയുടെ സംഘടനയിൽ യുവതാരങ്ങൾക്ക് വലിയ പ്രാതിനിധ്യമുണ്ട് പുതിയ കാലത്ത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഊർജ്ജസ്വലരായ ആളുകളെ നേതൃനിരയിലേക്ക് എത്തിക്കണമെന്നുള്ള ആവശ്യമാണ് ഇന്നു മുതൽ വീണ്ടും സജീവ ചർച്ചയായി മാറിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പൃഥ്വിരാജിനെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യമാണ്. ഒപ്പം വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത എന്നുള്ള ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി ഉയരുന്നുമുണ്ട്. ഈ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ അവിടെയും സജീവ ചർച്ച ആരംഭിച്ചിരുന്നു. അത് ശ്വേത മേനോന്റെ പേരുകൾ തന്നെയാണ് ഇപ്പോൾ അവിടെ ഉയർന്നു കേൾക്കുന്നത്. അതിനപ്പുറത്തേക്ക് മല്ലിക സുകുമാരൻ, ഒരു മുതിർന്ന അംഗം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. എന്തായാലും സജീവ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. തിരക്കിട്ട നേതൃത്വത്തിൽ പുതിയ ഒരു ഇലക്ഷൻ പാനൽ രൂപീകരിക്കാനുള്ള ആലോചനകളും സജീവമായി തുടരുന്നുണ്ട്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മുടെ അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രിയെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അവരിപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. MK രാഘവൻ MP സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം നിർബന്ധമാണെന്ന് പറഞ്ഞു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ
മഞ്ചേശ്വരം MLA AK മസ്റഫ്, അതുപോലെ തന്നെ അർജുൻ്റെ ബ്രദറിലുമാണ് ജിതിൻ, അതുപോലെ സത്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, ഞങ്ങളെല്ലാം തന്നെയാണ് ഇതിനു വേണ്ടി ഇന്ന് ഈ കാര്യങ്ങൾക്ക് വേണ്ടി സീമിനെ കണ്ടത്. ഏതായാലും താമസമില്ലാതെ, കാലതാമസമില്ലാതെ ഇതിനു വേണ്ടിയുള്ള തീരുമാനമുണ്ടാകും എന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതെ 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 അല്ല, ഇതുവരെ ഈ കഴിഞ്ഞ ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്, ആർമി, അതുപോലെ തന്നെ നേവി, അതുപോലെ NDRF, SDRF അതുപോലുള്ള എല്ലാ ഈ ഫോഴ്സുകളെയും അവിടെ കൊണ്ടുവന്ന എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്ത് ഗവൺമെൻറ്റാണ് എല്ലാ കാര്യങ്ങളും, ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും. അതിന് ഞങ്ങൾ പൂർണ്ണമായും മുഖ്യമന്ത്രി നന്ദി രേഖപ്പെടുത്തുകയാണ് കർണാടക ഗവൺമെൻറ്റിനോട്. പക്ഷെ ഇനി ഒടുവിലത്തെ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പറഞ്ഞ ഡ്രഡ്ജറാണ്. അപ്പോൾ ഡ്രഡ്ജറിനും വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അത് അതിൻ്റെ ആവശ്യം നിർദ്ദേശം കൊടുക്കും എന്നാണ് വെച്ചത്. ഞങ്ങൾ സ്പെസിഫിക് ആയിട്ടാണ് ഇത് കൊടുത്തത്, റെപ്രസെൻറ്റേഷൻ കൊടുത്തത് ഇത് പറഞ്ഞുകൊണ്ടാണ്. ആ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഒരു മിനിറ്റ് ജിതിൻ, ആ കോപ്പിയും എടുക്കാവോ? അല്ല, വണ്ടിയിലുണ്ട്. ഞങ്ങളതിൽ കൃത്യമായി ആവശ്യപ്പെട്ടതാണ് ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പെർമിഷനാണ് ചോദിച്ചത്. പെർമിഷൻ എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായിട്ട് ഈ പറയുന്ന ഈ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സഹായം കിട്ടാൻ വേണ്ടിയാണ്. അതെ 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 മാറും. കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുമെന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങി അതിൽ. കാരണം ഗവൺമെൻറ്റിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പറയുന്നത്, എല്ലാം അടങ്ങി. അല്ല, അതിപ്പോൾ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കാരണം അത് അവിടെ ഗോവയിൽ ഇതുമായി ബന്ധപ്പെട്ട് കമ്പനിയുമായി സംസാരിക്കണം. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ് ഇന്ന് തന്നെ അദ്ദേഹം സതീഷ് MLA സംസാരിക്കും, കലക്ടറുമായി സംസാരിക്കും. ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ ആവശ്യമായ നിർദ്ദേശം കൊടുക്കുമെന്ന് തീർത്തും പറഞ്ഞു. അതെ 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 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ട് എല്ലാം ഉണ്ട്. എല്ലാം തീർന്നു. ഇനി ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഗവൺമെൻറ് വന്നിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രി തീർത്തും അനുകൂലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആവശ്യമായ നിർദ്ദേശം കൊണ്ടുവരാൻ കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, നമ്മൾ അതിനാണ് ഇന്ന് വന്നതിൻ്റെ ഇതിന് വേണ്ടി മാത്രം വന്നാണ്. ഞങ്ങളെല്ലാം ഇതിനു വേണ്ടി മാത്രം വന്നാണ്. സതീഷ് സെയിൽ വരാമെന്ന് പറഞ്ഞു, പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് വരാൻ കഴിഞ്ഞില്ല. അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അദ്ദേഹം ഇന്ന് തന്നെ സംസാരിച്ച് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുമെന്ന് പറഞ്ഞു. ഏതായാലും ഇന്ന് രാത്രി ഞങ്ങൾ സതീഷ് MLA സംസാരിക്കും. അപ്പോൾ ഏതായാലും ഈ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ആവശ്യമായിട്ടുള്ള നടപടിക്രമം ഉടനെ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, അതിൽ ഡിസ്ട്രിക്ട് ഭരണകൂടം എല്ലാം തയ്യാറാണ്. ഈ ഡ്രഡ്ജർ കൊണ്ടുവരുമ്പോൾ ഏതൊക്കെ ഏജൻസിയാണ് വേണ്ടത്, ഫോഴ്സാണ് വേണ്ടത്, അതൊക്കെ ഡിസ്ട്രിക്ട് ഭരണകൂടം തന്നെ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാർ കൊടുത്ത റിപ്പോർട്ട്, അതായത് ജില്ലാ ഭരണകൂടം തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടിൽ അവർക്ക് സാധ്യമായതെല്ലാം അവർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അതായത് ഇനിയിപ്പോൾ എത്രത്തോളം തെരച്ചിൽ പുനരാരംഭിക്കുന്നു. അപ്പോൾ അർജുൻ്റെ കുടുംബം അവരുടെ ആവശ്യം MK രാഘവൻ MP ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. സിദ്ധരാമയ്യയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അവർ കൈമാറിയ നിവേദനത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. പവിത്രൻ പാതിരിപ്പറ്റ പറയുന്നത് അർജുൻ വിവരങ്ങളൊക്കെ ഇതിനിടയിൽ നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മളിപ്പോൾ ആ ദൗത്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതെന്ന് പവിത്രൻ പാതിരിപ്പറ്റ ഓർക്കുമല്ലോ. പിരിച്ചുവിട്ടിട്ടും അമ്മയിലെ ഭിന്നതയ്ക്ക് അറുതിയില്ല. കൂട്ടരാജിയിൽ അതൃപ്തി പരസ്യമാക്കി അനന്യയും സരയുവും വിനു മോഹനും രംഗത്തെത്തി. കൂട്ടായ തീരുമാനമല്ല, ഭൂരിപക്ഷ നിലപാടിലാണ് എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടത് എന്നാണ് വിമർശനം. കുറ്റാരോപിതരായ അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണനെതിരെയും കലാപക്കൊടി ഉയരുകയാണ്. താരസംഘടനയായ അമ്മ ഭരണസമിതിയിലെ ചില അംഗങ്ങൾക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭരണസമിതി രാജിവെക്കുന്നുവെന്നായിരുന്നു അമ്മ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ അറിയിച്ച വാർത്താക്കുറിപ്പ്. ഐക്യകണ്ഠേനയുള്ള തീരുമാനമെന്ന പിന്നാലെ പ്രതികരണങ്ങളും എത്തി. എന്നാൽ അതങ്ങനെ ഏകസ്വരത്തിലെടുത്ത തീരുമാനങ്ങൾ അല്ലായിരുന്നു. കുറ്റം ചെയ്തവർ മാത്രം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കണമെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഒടുവിൽ
ഭൂരിപക്ഷ തീരുമാനത്തിന് വഴങ്ങി കൂട്ടരാജിക്ക് സമ്മതിച്ചു. അനന്യയും സരയുവും വിനു മോഹനുമാണ് വിമതസ്വരം ഉയർത്തിയത്. എന്താണോ അവർ പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമാണ്. ഭൂരിപക്ഷം ഇങ്ങനെ ഡിസോൾവ് ചെയ്യാം എന്നുള്ളൊരു താല്പര്യത്തിൽ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ അതിൽ നിരാശയൊന്നും പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഭിന്നതയല്ല കൂട്ടരാജിയെ എതിർക്കാൻ കാരണം. അംഗങ്ങളുടെ പെൻഷൻ അടക്കം മുടങ്ങരുതെന്ന ആശങ്ക പങ്കുവെക്കുകയാണ് ചെയ്തതെന്നായിരുന്നു വിനു മോഹന്റെ മറുപടി. ഈ നമ്മളുടെ സംഘടനയിൽ തന്നെ ഒരുപാട് പേർക്ക് ഈ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്തിരുന്നവർ ഇപ്പോൾ വർക്ക് ചെയ്യാതെ അവരൊരു ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു ലൈഫിൽ അവരുടെ റൊട്ടീൻ, അവരുടെ ഒരു ചെലവിൻ്റെ ഒരു വലിയ പങ്ക് നമ്മളുടെ ഈ സംഘടനയിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടം പോലത്തെ കാര്യങ്ങളും, പിന്നെ അവർക്കൊരു അസുഖം വന്നാൽ അവർക്ക് ധൈര്യമായിട്ടൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു അഡ്മിറ്റ് ആവാൻ പറ്റുന്നത് ഈ സംഘടനയിലെ ബാക്കപ്പ്, ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെയൊക്കെ ബാക്കപ്പ് ഉണ്ട് എന്നുള്ള വിശ്വാസമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആശങ്ക വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും മുടങ്ങിപ്പോകുമോ എന്നുള്ളൊരു കൺസേൺ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഈ തരത്തിൽ എന്തെങ്കിലും തീരുമാനം പോയാൽ. അമ്മക്ക് പിന്നാലെ ഫെഫ്കയിലും പൊട്ടിത്തെറികൾ തുടങ്ങി. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ സംവിധായകൻ രഞ്ജിത്ത് അടക്കമുള്ള സ്വന്തം അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഫെഫ്ക തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പോലീസ് അന്വേഷണത്തിലോ കോടതി നടപടികളിലോ കൃത്യമായ കണ്ടെത്തലുകളുണ്ടെങ്കിൽ മാത്രം നടപടിയെന്നാണ് സംഘടനയുടെ വിശദീകരണം. ബി ഉണ്ണികൃഷ്ണന്റെ ഈ നിലപാടിനെതിരെയാണ് ആഷിഖ് അബു ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയത്. ഫെഫ്ക എന്ന തൊഴിലാളി സംഘടന ബി ഉണ്ണികൃഷ്ണൻ ഹൈജാക്ക് ചെയ്തെന്നായിരുന്നു ആഷിഖ് അബുവിന്റെ വിമർശനം. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ വിനയനും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. കോഴിക്കോട്ടെ കനത്ത മഴയുടെ കാര്യം അറിയിക്കുമ്പോഴാണ് തോമസ് ജോർജ് പറയുന്നത്. ഗുജറാത്തിലെ പ്രളയ സമാന സാഹചര്യം അദ്ദേഹം അറിയിക്കുകയാണ്. അവിടെ 3 ദിവസമായി കനത്ത മഴയാണ്. ഒട്ടേറെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതിയുണ്ട്. അവിടെ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു എന്ന കാര്യം തോമസ് ജോർജ് അറിയിക്കുന്നുണ്ട്. തോമസ് ജോർജ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മുടെ ബുള്ളറ്റിനുകളിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. നമ്മുടെ ഹെഡ്ലൈൻസിലടക്കം ആ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് താങ്കളെ അറിയിക്കുകയാണ്. മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും ഒറ്റക്കൊമ്പൻ ഇറങ്ങി. കല്ലാർ എസ്റ്റേറ്റിലാണ് കാട്ടാന ഉള്ളത്. എസ്റ്റേറ്റ് റോഡിലൂടെ എത്തിയ കാട്ടാന വാഹനങ്ങൾ തടഞ്ഞു. രാഹുൽ വിജയൻ ചേരുന്നു കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണോ ആനയുള്ളത്? സ്റ്റേറ്റിൽ തന്നെ ഈ ഒറ്റക്കൊമ്പൻ കാട്ടാന ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് ഈ ഒറ്റക്കൊമ്പൻ വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് വിവരം. ഏറെ നേരം പരിഭ്രാന്തി പരത്തി ഈ കാട്ടാന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കല്ലാർ എസ്റ്റേറ്റ് റോഡിലൂടെ എത്തിയ വാഹനങ്ങൾ തടഞ്ഞതായും ആളുകൾ പറയുന്നുണ്ട്. പിന്നീട് RRT അംഗങ്ങൾ എത്തി ആനയെ തുരത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയെങ്കിലും ആന പിൻവാങ്ങാൻ കൂട്ടാക്കിയില്ല. ഈ ജനവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെ തുടരുന്നു എന്നുള്ളതാണ് പറയുന്നത്. 2 ദിവസം മുമ്പാണ് ഈ കാട്ടാന ജനവാസ മേഖലയിലേക്ക്, മൂന്നാർ മേഖലയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത്. മുൻപ് ഇവിടെ നേരെ നാള് മാറി നിന്നിരുന്ന, അല്ലെങ്കിൽ ഈ പ്രദേശത്തൊന്നും ഇല്ലാതിരുന്ന ഒരു ആനയാണ് വീണ്ടും ഇപ്പോൾ മൂന്നാറിലെത്തി വലിയ തരത്തിലുള്ള ഒരു ആശങ്കയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. ശരി, രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക് കൂടി കടക്കുകയാണ്. എതിർപ്പ് വകവയ്ക്കാതെ കേരളത്തിൽ ആണവ നിലയത്തിന് സ്ഥലം കണ്ടെത്താൻ പഠനം തുടങ്ങി KSEB. വൈദ്യുതി ബോർഡിന്റെ ആവശ്യപ്രകാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസാണ് പഠനം നടത്തുന്നത്. 968 ഹെക്ടറാണ് നിലയത്തിനായി കണ്ടെത്തേണ്ടത്. സംസ്ഥാന സർക്കാരോ ഇടതുമുന്നണിയോ നയപരമായി തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് ബോർഡിന്റെ നീക്കം. 24 എക്സ്ക്ലൂസീവ്. മുന്നണി തലത്തിലോ സർക്കാർ തലത്തിലോ ചർച്ച തുടങ്ങിയിട്ടില്ലെങ്കിലും സംസ്ഥാനത്തെ ആദ്യ ആണവ നിലയം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വൈദ്യുതി ബോർഡ് തുടങ്ങി. ഇതിൻ്റെ ആദ്യഘട്ട ചർച്ചകൾ കഴിഞ്ഞ മാസം 15-ന് നടന്നിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ആണവ നിലയം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തുന്നതിനായുള്ള പഠനം ഇപ്പോൾ തുടങ്ങിയത്. സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്നതിൽ സർക്കാർ നയപരമായി തീരുമാനമെടുത്തിട്ടില്ല. മാത്രമല്ല ഇടതുമുന്നണിയിൽ ഇക്കാര്യം ചർച്ചയായിട്ടുമില്ല. എന്നാലും പദ്ധതിക്കുള്ള സ്ഥലം കണ്ടെത്താനാണ് വൈദ്യുതി ബോർഡിൻ്റെ നീക്കം. ബോർഡിൻ്റെ ആവശ്യപ്രകാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് പഠനം നടത്തുന്നത്. 6 മാസത്തിനുള്ളിൽ പഠനം പൂർത്തിയാക്കും. ആണവ നിലയത്തിനായി തീരദേശത്താണെങ്കിൽ 625 ഹെക്ടറും മറ്റുള്ളിടങ്ങളിൽ 960 ഹെക്ടറുമാണ് ആവശ്യം. ഇതിനു പുറമെ ടൗൺഷിപ്പിനായി 125 ഹെക്ടർ കൂടി വേണം. അതിരപ്പള്ളിയും ചീമേനിയുമാണ് KSEB നിർദ്ദേശിച്ചത്. 7000 കോടിയാണ് പദ്ധതി ചെലവ്. 220 മെഗാവാട്ടിന്റെ 2 പദ്ധതികളിലായി 440 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. ഭാരതീയ നഭികീയ വിദ്യുത് നിഗം ലിമിറ്റഡിന്റെ ചെയർമാനുമായി കഴിഞ്ഞ മാസം 15-ന് വൈദ്യുതി അഡീഷണൽ ചീഫ് സെക്രട്ടറി ചർച്ച നടത്തി. പദ്ധതി ചെലവിന്റെ 60% തുക ഗ്രാൻഡായി കേന്ദ്രം നൽകും. ആണവ നിലയം തുടങ്ങിയാൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പകുതി സംസ്ഥാനത്തിന് ലഭിക്കും.
നിലവിൽ 13,000 കോടി രൂപയുടെ വൈദ്യുതിയാണ് ഓരോ വർഷവും സംസ്ഥാനം വാങ്ങുന്നത്. പുതിയ ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാൻ സംസ്ഥാനത്ത് എതിർപ്പ് കാരണം കഴിയുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സബ്സിഡിയോടെ ആണവ നിലയം പദ്ധതിക്ക് ബോർഡ് ശ്രമിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും വൈദ്യുതി വാങ്ങാനായി കേരളം ചെലവഴിക്കുന്ന തുക 25,000 കോടിയായി ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സോളാർ വൈദ്യുതിയോ കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയോ സംസ്ഥാനത്തിൻ്റെ ആവശ്യകത നിറവേറ്റാൻ ഫലപ്രദമാകില്ല. ആണവ നിലയം മാത്രമാണ് ഏക പോംവഴിയെന്നാണ് ബോർഡിൻ്റെ നിലപാട്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ മുനീർ ചോദിക്കുന്നുണ്ട്, ശിരൂരിൽ ഡ്രഡ്ജർ വരുന്നത് എന്തായെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അർജുൻ്റെ കുടുംബം ഇന്ന് കർണാടക മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്ന MK രാഘവൻ MP ഉൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതായിട്ടാണ് കുറച്ച് സമയം മുൻപ് വ്യക്തമായത്. അക്കാര്യത്തിലൊരു തീരുമാനം കർണാടക സർക്കാർ അടിയന്തരമായി തന്നെ എടുക്കും. അതുമായി ബന്ധപ്പെട്ടൊരു നിവേദനം കൈമാറുകയും ചെയ്തിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രിക്ക് ആ സംഘം. അതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്തയിലേക്കാണ്. മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾ പ്രതിസന്ധിയിൽ. ആശുപത്രിയിൽ കിടത്തി ചികിത്സ മുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ആയിരക്കണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന മലപ്പുറം താലൂക്ക് ആശുപത്രിയാണിത്. ഇവിടെ കിടത്തി ചികിത്സ മുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇവിടുത്തുകാർക്ക് കിടത്തി ചികിത്സ ലഭിക്കണമെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോകേണ്ട അവസ്ഥയാണിപ്പോൾ. 60 വർഷത്തോളം പഴക്കമുള്ള ആശുപത്രി കെട്ടിടം ശോചനീയാവസ്ഥയിലായിട്ട് നാളുകളേറെയായി. എന്നാൽ അന്നൊന്നും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കെട്ടിടം അൺഫിറ്റാണെന്ന് കാണിച്ച് ആശുപത്രിയിലെ സംവിധാനങ്ങൾ നിർത്തലാക്കുകയാണ് ഉണ്ടായത്. 1.5 വർഷമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു സൂപ്രണ്ട്, ഒരു ഡോക്ടർ സൂപ്രണ്ടാണ്. ഡോക്ടർ അവിടുന്ന് സ്ഥലം മാറ്റി പോകുമ്പോഴാണ് അൺഫിറ്റ് ചെയ്ത് പോയത്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ നമ്മൾ പറയുന്നത് ഇതേ ആശുപത്രിയിൽ തന്നെ ഈ അൺഫിറ്റ് കൊടുക്കുമ്പോൾ കാലതാമസം എടുക്കുന്ന ആദ്യ എല്ലാ പ്രൊസീജിയറുകളും ചെയ്ത് കഴിഞ്ഞിട്ടാണ് അൺഫിറ്റ് കൊടുക്കേണ്ടത്. പകരം ചെയ്തെന്താ, ഒരു സുപ്രഭാതത്തിൽ അൺഫിറ്റ് ചെയ്തിട്ട് അത് അടച്ചുപൂട്ടുക ചെയ്തത്. അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പാവപ്പെട്ട രോഗികളെ പ്രയാസങ്ങൾക്ക് ഏത് തരത്തിലും വിധേയന പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. മലപ്പുറത്തെ സാധാരണക്കാരായ രോഗികൾക്ക് ആരോഗ്യരംഗത്തെ ഏക ആശ്രയമായിരുന്നു താലൂക്ക് ആശുപത്രി. കിടത്തി ചികിത്സ മുടങ്ങിയതോടെ നിലാരംബരായ രോഗികൾ കോഴിക്കോട്, മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. അല്ലെങ്കിൽ വലിയ പണം നൽകി നഗരങ്ങളിലെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും. അനുമതി ലഭിച്ചാൽ കെട്ടിടം പൊളിക്കുമ്പോൾ താൽക്കാലികമായി പകരം സംവിധാനം ഒരുക്കുമെന്നാണ് മലപ്പുറം നഗരസഭയുടെ വിശദീകരണം. പഴയ കെട്ടിടം പൊളിച്ച് പുതിയത് നിർമ്മിക്കുമ്പോഴേക്കും നാളുകൾ ഏറെ എടുക്കും. അതുവരെ കാത്തിരിക്കാനുള്ള സാവകാശം ഒരു രോഗിക്കും ഉണ്ടാകില്ല. അതുകൊണ്ട് താൽക്കാലികമായി പരിഹാരം കാണണമെന്നുള്ളതാണ് നിലവിൽ ഉയരുന്ന ആവശ്യം. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24, മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഒട്ടേറെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അതുകൊണ്ട് പകരം സംവിധാനം ഒരുക്കണം എന്നുള്ള ആവശ്യം ശക്തമാണ്. പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ഏറ്റവും പനി ഉള്ള സമയത്താണ് ഈ സർക്കാർ ഹോസ്പിറ്റലിലെ ഈ അഡ്മിഷൻ നിർത്തിയത്. ഇത് ആരെ സഹായിക്കാനാണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഒരുപാട് പേഷ്യൻസിനെ നമ്മളെ നിരന്തരം ബന്ധപ്പെടുന്നതാണ്. എന്താണ് ഇതിനൊരു മാർഗ്ഗം, നിങ്ങളെന്ത് സമയത്തിന് ഇറങ്ങാത്തെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം നമ്മളെ ബന്ധപ്പെടാറുണ്ട് ഒരുപാട് പേഷ്യൻസ്. കഴിഞ്ഞ 1 മന്തിൽ 34,000-ഓളം പേഷ്യൻ്റ് വന്നിട്ടുണ്ട് OP-യിൽ. ആ OP-യിലാണ് ഇപ്പോൾ ഒരൊറ്റ സുപ്രഭാതത്തിൽ ഹോസ്പിറ്റൽ അടച്ചിട്ടിരിക്കുന്നത്. നമ്മളൊരു ജനകീയ വിഷയത്തിലേക്ക് ഇനി കിടക്കുകയാണ്. കൊല്ലം കുളത്തൂപ്പുഴ പഞ്ചായത്ത് പൊതുമാർക്കറ്റ് കെട്ടിടം അപകടാവസ്ഥയിൽ ആയതോടെ ഇപ്പോൾ വ്യാപാരികൾ പ്രതിസന്ധിയിലാണ്. അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ ജീവൻ പോലും പണയം വെച്ചാണ് ഒരു പറ്റം പേർ കച്ചവടം നടത്തുന്നത്. പുതിയ കെട്ടിടമെന്ന പഞ്ചായത്ത് വാഗ്ദാനം കടലാസിൽ ഉറങ്ങുകയാണ്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പൊതുമാർക്കറ്റ് കെട്ടിടം അപകടാവസ്ഥയിലായിട്ട് മാസങ്ങളായി. പക്ഷേ അധികൃതർക്ക് ഒരനക്കവുമില്ല. ഇതോടെ പ്രതിസന്ധിയിലായത് പാവം വ്യാപാരികളാണ്. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ പൊതുമാർക്കറ്റ് കെട്ടിടം ഏത് നിമിഷം വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. മഴവെള്ളം ഒലിച്ചിറങ്ങി ഭിത്തികൾ ഇടിഞ്ഞു തുടങ്ങി. ഇടിഞ്ഞ ഭിത്തികൾക്കിടയിലൂടെ ആൽമരത്തിന്റെ വേരുകൾ പടർന്നു പന്തലിച്ച അവസ്ഥ. അപകട സാധ്യത കണക്കിലെടുത്ത് കെട്ടിടത്തിന്റെ മുകളിലെ നിലകളിൽ നിന്നും വ്യാപാരികളെ മാറ്റി. താഴത്തെ നിലകളിൽ ഇപ്പോഴും ചെറുകിട കച്ചവടക്കാരുണ്ട്. അപകടാവസ്ഥയിലായ കെട്ടിടം പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഭീഷണിയായി ഇപ്പോഴും ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ പരിശോധിക്കുകയും നിയമപരമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ മോശം അവസ്ഥ കാരണം ഇങ്ങോട്ടേക്ക് സാധനം വാങ്ങാൻ എത്തുന്ന നാട്ടുകാരുടെ എണ്ണവും കുറഞ്ഞു. ഇത് ശേഷിക്കുന്ന ചെറുകിട കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കുന്നു. മടിക്കെന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിലെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിംഗ് ശോചനീയാവസ്ഥയിലാണ്. എപ്പോഴും അപകട സാധ്യതയുള്ള
ഉള്ളതാണ്. അത് എപ്പോഴും അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള അപകട സാധ്യത നിൽക്കുന്ന കെട്ടിടം പൊളിച്ചു പണിയണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. ഒരു അപകടം സംഭവിക്കുന്നതിന് മുമ്പ് ശോചനീയാവസ്ഥയുള്ള ഈ കെട്ടിടം പൊളിച്ചു നീക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ഒപ്പം കാലത്തിനനുസരിച്ച് ഒരു ആധുനിക വ്യാപാര കേന്ദ്രം പണിയാൻ പഞ്ചായത്തും നടപടികൾ സ്വീകരിക്കണം. AV ജയശങ്കർ, 24, കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. കൂടുതൽ മഴ വിവരങ്ങൾ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. മിൻഹ മലപ്പുറത്ത് നല്ല മഴയാണെന്ന് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം അല്ലമീൻ തങ്ങൾപ്പടി ഒരു കാര്യം പറയുന്നത്, തൃശ്ശൂരിൽ തീരദേശ ഹൈവേ സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുൻപ് സ്ഥലത്തിന് വില നിശ്ചയിക്കണം, അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നാളെ വല്ല ലീവും ഉണ്ടോ എന്നുള്ളതാണ് ഒരു അക്കൗണ്ടിൽ നിന്നുള്ള ചോദ്യം. മഴ ചിലയിടങ്ങളിൽ പെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ചോദ്യമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അങ്ങനെ യാതൊരു അവധി പ്രഖ്യാപനവും വന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ട ഒഡീഷ സ്വദേശി ഡോക്ടർ സ്വീകൃതി മൊഹപാത്ര ആശുപത്രിയിൽ നിന്ന് ജന്മനാട്ടിലേക്ക് മടങ്ങി. ശ്വാസകോശത്തിനും കാലിനുമേറ്റ ഗുരുതരമായ പരിക്കിനെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഒരു ഡോക്ടറെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. സുഹൃത്ത് പ്രിയദർശിനിയുടെ ഹണിമൂൺ ആഘോഷിക്കാനാണ് 4 പേരടങ്ങുന്ന സംഘം 28-ന് ചൂരൽമലയിൽ എത്തിയത്. 30-ന് രാവിലെ നാട്ടിലേക്ക് തിരികെ പോകാനായി എല്ലാം തയ്യാറാക്കിയിരുന്നുവെങ്കിലും വിധി മറിച്ചായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന പ്രിയദർശിനി രക്ഷപ്പെട്ടെങ്കിലും ഭർത്താവ് മരിച്ചു. 10 വർഷമായി പ്രണയിച്ചിരുന്ന സുഹൃത്തിയുടെ ആൺ സുഹൃത്തിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. Was on mechanical ventilator for 5 to 6 days. I don't remember exactly, but this hospital and the staffs are very cooperative. They just pulled me out from the deathbed and helped me a lot and just gave my life back. My heartfelt thanks to the entire team of the pulmonary department, orthopedics department, or the department of general medicine and critical care. ചൂരൽമലയിലെ റിസോർട്ടിൽ കഴിഞ്ഞിരുന്ന ഇവർ ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയി. ഇതിനിടയിൽ സുഹൃതി സ്കൂൾ കെട്ടിടത്തിൽ തങ്ങി നിന്നതിനാൽ രക്ഷപ്പെട്ടു. ഇന്നിപ്പോൾ അവർ തിരിച്ചു പോകാവുന്ന നിലയിലാണ്. ശ്വാസകോശങ്ങൾക്ക് വലിയ വിഷമങ്ങളൊന്നുമില്ല. ഇനി നടക്കാനുള്ള റീഹാബിലിറ്റേഷൻ വേണം. അവൻ്റെ മറ്റേ കാലിലുണ്ടായിരുന്ന ഇടതുകാലിലുണ്ടായിരുന്ന മുറിവും ഏകദേശം ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ വളരെ സന്തോഷവതിയായാണ് തിരിച്ചു പോകുന്നത്. മെഡിക്കൽ PG വിദ്യാർത്ഥിയായ സുഹൃതി അടുത്ത വർഷത്തോടെ പഠനം പൂർത്തിയാക്കും. അങ്ങനെയെങ്കിൽ ജോലി നൽകാൻ തയ്യാറാണെന്ന് സുഹൃതിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ആസാദ് മൂപ്പൻ മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. 24 വയനാട്. അപ്പോൾ പൊതുജന കഴുതൽ പരിപാടി പൂർത്തിയാകുന്നു.